കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 25 അതിൻ്റെ 3-ാമത്തെ വാക്യം. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ഒരു ദൈവപ്രവൃത്തിക്കായിട്ടോ ഒരു വിടുതലിനായിട്ടോ ഒരാശ്വാസത്തിനായിട്ടോ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കുന്നു എങ്കിൽ ഒരു നാളും നമ്മൾ ലജ്ജിച്ചു പോകുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ ഈ ലോകത്തിൽ ആരുടെ മുഖത്തേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ നിശ്ചയമായിട്ടും ലജ്ജിച്ചു പോകും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്, സ്തോത്രം, പ്രഭുക്കന്മാരിൽ നമ്മൾ ആശ്രയിക്കരുത്. അങ്ങനെയുള്ളവർ നിശ്ചയമായിട്ട് ലജ്ജിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതൽ ഒരു നാളും ലജ്ജിച്ചു പോകേണ്ടി വരത്തില്ല. ദൈവം തന്നെ തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. 34 സങ്കീർത്തനം 5-ാമത്തെ വാക്യം നമുക്ക് ഏവർക്കും പരിചിതമാണ്. ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ആരെ ശ്രദ്ധിച്ചില്ലെങ്കിലും ദൈവത്തെ ശ്രദ്ധിക്കുക, ദൈവത്തെ നോക്കുക, ദൈവത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുക. നിശ്ചയമായിട്ട് നമ്മൾ ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. ഇനി ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗം ശ്രദ്ധിച്ച്, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും എന്ന് പറഞ്ഞാൽ അർത്ഥം, കാരണം കൂടാതെ, ഒരു കാരണവും ഇല്ലാതെ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, നമ്മളെ ദ്രോഹിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റിലും ഒരുപക്ഷെ കാണാം. അത് ഒരുപക്ഷെ നമ്മൾ സ്നേഹിക്കുന്നവരോ നമ്മെ സ്നേഹിക്കുന്നവരോ ഇല്ലെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നവരോ ഒക്കെ നമുക്ക് പലപ്പോഴും നമ്മളെ വെറുതെ ദ്രോഹിക്കുന്നവരുണ്ട്. ബൈബിൾ പറയുന്നു, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരായി തീരും. നമ്മൾ തിരുവചനം പഠിക്കുന്ന സമയത്ത് 1-2 ഉദാഹരണങ്ങൾ ബൈബിളിനകത്ത് തന്നെ നമ്മൾ പരിശോധിക്കണം. ഹാമാൻ മൊർദെഖായി എന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യനെതിരെ തിരിഞ്ഞത് കാരണം കൊണ്ടല്ല, ഒരു കാരണവും കൂടാതെയാണ് ഹാമാൻ സ്തോത്രം മൊർദെഖായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. എന്താ സംഭവിച്ചേ? മൊർദെഖായി എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മുൻപാകെ ഹാമാൻ ലജ്ജിക്കുവാൻ തക്കവണ്ണം ഇടവന്നു. അല്ലേ? തകർക്കാൻ നോക്കിയവനെ കൊണ്ട് സ്തോത്രം ഇവൻ നന്മ ചെയ്യുന്നവനാക്കി മാറ്റിയ ഒരു ദൈവപ്രവൃത്തിയാണ് എസ്തറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരു നാളും നമ്മൾ ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. തിരുവചനം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടവരുന്നത്. സ്തോത്രം. ദാവീദിനെ വെറുതെ ദ്രോഹിച്ചൊരു മനുഷ്യനായിരുന്നു ശൗല്. കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി വളരെ സ്തോത്രം എയിം ചെയ്തുകൊണ്ട് അവനെതിരെ പോരാടിയ തലങ്ങളുണ്ട്. ആരാ ജയിച്ചേ? വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ദാവീദിന് കർത്താവ് ഒരു ജയം കൊടുപ്പാൻ തക്കവണ്ണം ഇടവന്നു. അതുകൊണ്ട് ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുന്ന, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ കലവറയെ തുറക്കുന്ന ഒരു ദൈവം ഉണ്ട്. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും, ദൈവമുഖത്തേക്ക് നോക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളാലും ദൈവം നിറച്ച് മാനിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കപ്പെടുന്നു. എല്ലാ അനുഗ്രഹങ്ങളാൽ ദൈവം നിറയ്ക്കും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.